വേറൊരാൾക്ക് വെച്ചു കൊടുക്കുക, ഒരാളുടെ കൈ മുറിച്ചിട്ട് അത് മറ്റൊരാൾക്ക് വെച്ചു കൊടുക്കുക. ഇതിന്റെ മതപരമായ വീക്ഷണം വിധി എന്താണ്? ഇതാ ചോദ്യം. എന്താ AP അബ്ദുൽ ഖാദർ മൗലവി മുജിത്തഹിദുകളുടെ നേതാവല്ലേ? ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ഗവേഷണം ചെയ്ത് മസ്അലകൾ പറയാൻ കഴിയുന്ന കേരളത്തിലെ ഒട്ടുവളരെ മുജിത്തഹിദുകളുടെ നേതാവാണല്ലോ AP അബ്ദുൽ ഖാദർ മൗലവി. അദ്ദേഹം ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും മറുപടി പറയുകയല്ലേ വേണ്ടത്? പക്ഷെ അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത്, എന്നാൽ സമഗ്രമായി പരിശോധിക്കുമ്പോൾ, പ്രത്യേകിച്ചും മതപരമായ വീക്ഷണ കോണിലൂടെ നോക്കുമ്പോൾ പ്രശ്നം അല്പം സങ്കീർണമാണ്. അവയവദാനത്തെക്കുറിച്ച് AP അബ്ദുൽ ഖാദർ മൗലവിയോട് എഴുതി ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി ഇത് അല്പം പ്രയാസമുള്ള കാര്യമാണ്. മതപരമായ വീക്ഷണ കോണിലൂടെ പരിശോധിക്കുമ്പോൾ പ്രശ്നം അല്പം സങ്കീർണമാണെന്ന് കാണാം എന്ന് പറഞ്ഞ് ദീർഘമായ ഒരു പേജ് അദ്ദേഹം ഈ ചോദ്യത്തിന്റെ മറുപടി പറയുകയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ എൻ്റെ സഹോദരങ്ങളോട് സൂചിപ്പിക്കുന്നു, ഒരൊറ്റ തവണ പോലും ഒരു ഖുർആൻ വാക്യം ഈ മറുപടിയിൽ അദ്ദേഹം ഉദ്ധരിക്കുന്നില്ല. ഒരൊറ്റ ഖുർആൻ വാക്യം അല്ലെങ്കിൽ ഒരൊറ്റ ഹദീസ് ഈ മറുപടിയിൽ അദ്ദേഹം ഉദ്ധരിക്കുന്നില്ലെന്ന് മാത്രമല്ല, അദ്ദേഹം ഉരുണ്ട് മറിഞ്ഞ് അവസാനം പറയുന്നത് ഇത്തരം പഠനങ്ങളുടെയും ഫത്വകളുടെയും ഇസ്ലാമികമായ പൊതുനിർദ്ദേശങ്ങളുടെയും അടിസ്ഥാനത്തിൽ പ്രശ്നം പ്രസിദ്ധ വിശ്വകരനും പണ്ഡിതനുമായ ഡോക്ടർ മുഹമ്മദ് അലി അൽ ബാർ അദ്ദേഹത്തിന്റെ അൽ മൗഖിഫുൽ ഫിഖ്ഹിയ്യു വൽ അഖ്ലാഖിയ്യു ഫീ ഖളിയ്യത്തി സറഇൽ അലാഇ എന്ന ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതായത് ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിപ്പുള്ള ഏതോ ഒരു ഡോക്ടർ അദ്ദേഹം എഴുതിയ ഒരു പുസ്തകത്തിൽ അവയവദാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനോ തിരുസുന്നത്തോ ഉദ്ധരിച്ചുകൊണ്ട് അവയവദാനത്തെക്കുറിച്ച് ഉച്ചരിക്കാൻ ഈ മുജ്തഹിദുകളുടെ നേതാവായ AP അബ്ദുൽ ഖാദർ മൗലവിക്ക് സാധിക്കുന്നില്ല. മാത്രമല്ല അദ്ദേഹം പിന്നീട് പറയുന്നു, അവയവം വിൽക്കുവാൻ പാടില്ല എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർ ഏകാഭിപ്രായക്കാരാണ്. വിവിധ രാജ്യങ്ങളിൽ നിലവിലുള്ള നിയമങ്ങളും ഇത് ശരിവെക്കുന്നു. രാജ്യങ്ങളിലെ നിയമങ്ങളും പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായവുമാണോ ഒരു മുജ്തഹിദ് പറയേണ്ടത്? മുജ്തഹിദ് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും നിയമങ്ങൾ നിർദ്ധാരണം ചെയ്യാൻ കഴിവുള്ള ഒരു ഗവേഷകൻ സഹോദരങ്ങളെ ഖുർആനും സുന്നത്തും ഉദ്ധരിച്ചല്ലേ മറുപടി പറയേണ്ടത്. അങ്ങനെ മറുപടി പറയാൻ തുനിയുന്നില്ലെന്ന് മാത്രമല്ല, അദ്ദേഹം ധാരാളമായി വിശദീകരിച്ച് ഒരു ഖുർആനോ ഒരു ഹദീസോ ഉദ്ധരിക്കാൻ കഴിയാതെ അവസാനം അദ്ദേഹം ഈ മറുപടി അവസാനിപ്പിക്കുന്നത് അള്ളാഹുവിനറിയാം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അള്ളാഹുവിനറിയാം. കുറെ വിശദീകരിച്ച് തൊലച്ചിട്ട് അവസാനം അദ്ദേഹം പറയുന്നു അള്ളാഹുവിനറിയാം. ഇനി ഈ ചോദ്യകർത്താവ് ഈ വിഷയത്തിന്റെ വിധി കിട്ടാൻ എവിടെ പോകണം? തീർച്ചയായിട്ടും ഫത്ഹുൽ മുഈനിൽ പോകണം, അല്ലെങ്കിൽ തുഹ്ഫയിൽ പോകണം, അല്ലെങ്കിൽ മഹല്ലിയിൽ പോകണം. അല്ലാതെ ഈ ഗവേഷണ പടുത്തമുള്ള മുജ്തഹിദുകളാണ് തങ്ങൾ എന്ന് അവകാശപ്പെടുന്ന ഒരൊറ്റ മൗലവിക്കും സഹോദരങ്ങളെ ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന ഒരൊറ്റ പ്രശ്നത്തിനും സ്വന്തം ഇജ്തിഹാദ് നടത്തി ഖുർആനിൽ നിന്നോ സുന്നത്തിൽ നിന്നോ ഒരു വിധി പ്രഖ്യാപിക്കുവാനോ ഒരു വിധി നിർദ്ധാരണം ചെയ്യുവാനോ സാധ്യമല്ല എന്ന കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ മദ്ഹബിന്റെ പണ്ഡിതന്മാർ ഇന്ന് നമ്മൾ നേരിടുന്നതും ഇനി നേരിടാൻ പോകുന്നതുമായ എല്ലാ കാര്യങ്ങൾക്കും അവരുടെ ഗ്രന്ഥങ്ങളിൽ പ്രതിവിധി കണ്ടെത്തുകയും വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എല്ലാ നവോത്ഥാനത്തിന്റെയും എല്ലാ സമുദ്ധാരണ പ്രവർത്തനങ്ങളുടെയും നേതാക്കളും നായകന്മാരും ഇമാം ഷാഫിഈ ഉൾപ്പെടെയുള്ള മദ്ഹബിന്റെ പണ്ഡിതന്മാരാണ്. ഇത് കേവലം അവകാശവാദമല്ല. ഓരോ നൂറ്റാണ്ടിലും ഈ സമുദായത്തെ സമുദ്ധരിക്കുന്ന, ഈ സമുദായത്തിന് നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാർ കടന്നു വരുമെന്ന്
മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചിട്ടുണ്ട്. വഅൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല യബ്അസുല്ലാഹു ലിഹാദിഹിൽ ഉമ്മത്തി അലാ റഅസി കുല്ലി മിഅത്തി സനത്തിൻ മൻ യുജദ്ദിദു ലഹാ ദീനഹാ. സഹോദരങ്ങളെ, തബഖാത്തു ശാഫിഇയ്യത്തുൽ കുബ്ര എന്ന ഗ്രന്ഥത്തിൽ ഇമാം സുബ്കി അതിന്റെ 1-ാമത്തെ വാള്യം 199-ാമത്തെ പേജിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി രേഖപ്പെടുത്തുന്നു, അല്ലാഹു ഈ സമുദായത്തിന് വേണ്ടി നിയോഗിക്കും അലാ റഅസി കുല്ലി മിഅത്തിൻ, ഓരോ നൂറ്റാണ്ടിലും മൻ യുജദ്ദിദു ലഹാ ദീനഹാ, ആ സമുദായത്തിന് വേണ്ടി ദീനീ രംഗത്ത് സമുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക്, നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഓരോ പണ്ഡിതന്മാരെ, പരിഷ്കർത്താക്കളെ അള്ളാഹു നിയോഗിച്ചു കൊണ്ടിരിക്കുമെന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പ്രവചിക്കുകയും നമ്മെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ആ ഹദീസിന്റെ മറ്റൊരു റിപ്പോർട്ടിൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതായി ഉദ്ധരിക്കപ്പെടുന്നുണ്ട്, വഫീ ലഫ്ളിൻ ആഖർ ഫീ റഅസി കുല്ലി മിഅത്തി സനത്തിൻ റജുലൻ മിൻ അഹ്ലി ബൈതി. എന്റെ സഹോദരങ്ങൾ, വളരെ ശ്രദ്ധയോടെ ഈ വാക്യം കേട്ടിരിക്കണം, പഠിച്ചിരിക്കണം. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ഫീ റഅസി കുല്ലി മിഅത്തി സനത്തിൻ, ഓരോ നൂറ്റാണ്ടിലും സമുദായത്തിന്റെ ഉദ്ധാരണത്തിന് വേണ്ടി, നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന് വേണ്ടി അള്ളാഹു നിയോഗിക്കും റജുലൻ, ഒരു വ്യക്തിയെ, മിൻ അഹ്ലി ബൈതി, എന്റെ കുടുംബത്തിൽപ്പെട്ട. ആ വാചകം പ്രത്യേകം ശ്രദ്ധേയമാണ്. ഇന്ന് നവോത്ഥാനത്തിന്റെ കുത്തകാവകാശപ്പെട്ടുകൊണ്ട് കടന്നു വരുന്ന പലരുമുണ്ടല്ലോ, അവരുടെ അവകാശവാദത്തിന്റെ കടക്ക് കത്തിവെച്ചുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂല് ഈ പ്രഖ്യാപനം നടത്തുന്നത്. ലോകത്ത് എക്കാലത്തും ഓരോ നൂറ്റാണ്ടിലും സമുദായ സമുദ്ധാരണത്തിനു വേണ്ടി, നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന് വേണ്ടി കടന്നു വരുന്ന പണ്ഡിതന്മാര്, സമുദ്ധാരകന്മാര്, ഉത്ഥാന നായകന്മാര്, പരിഷ്കർത്താക്കള്, അവര് തീർച്ചയായും എന്റെ കുടുംബത്തിൽ നിന്നായിരിക്കും, പ്രവാചക കുടുംബത്തിൽ നിന്നായിരിക്കും അവര് നിയോഗിക്കപ്പെടുക എന്ന് റസൂലുള്ള പറയുന്നു. മിൻ അഹ്ലി ബൈതി, എന്റെ കുടുംബത്തിൽ നിന്നും അവർ നിയോഗിക്കപ്പെടും. യുജദ്ദിദു ലഹും അംറ ദീനിഹിം, ദീനീ കാര്യങ്ങളിൽ നവോത്ഥാനത്തിനും സമുദ്ധാരണ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിക്കൊണ്ട് ഓരോ നൂറ്റാണ്ടിലും എന്റെ കുടുംബത്തിൽപ്പെട്ട, പ്രവാചക കുടുംബത്തിൽപ്പെട്ട ഓരോ പണ്ഡിതന്മാരെ അള്ളാഹു നിയോഗിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെ തന്നെ നിഷേധിക്കുന്നവരാണ് വഹാബികൾ. സയ്യിദന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെ ലോകത്തിപ്പോ ജീവിച്ചിരിപ്പില്ല എന്ന് പറയുന്നവരാണ് വഹാബികൾ, ജമാഅത്തെ ഇസ്ലാമിയും. അള്ളാഹുവിന്റെ റസൂല് പറയുന്നത്, ഓരോ നൂറ്റാണ്ടിലും നിയോഗിക്കപ്പെടുന്ന സമുദ്ധാരകന്മാർ, നവോത്ഥാന നായകന്മാർ, അത് അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിൽ നിന്നായിരിക്കുമെന്ന. ഈ കാര്യം വിശദീകരിച്ചതിന് ശേഷം പണ്ഡിതന്മാർ പിൽക്കാലത്ത് ഓരോ നൂറ്റാണ്ടിലും കടന്നു വന്ന നവോത്ഥാന നായകന്മാരുടെ പേര് പറയുന്നുണ്ട്. ذكره الإمام أحمد بن حنبل رضي الله عنه وقال عقيبه. ഉടനെ തന്നെ അഹ്മദ് ബിൻ ഹംബൽ പറയുന്നു, നളർത്തു ഫീ സനത്തി മിഅത്ത്, 1-ാം നൂറ്റാണ്ടിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ കാലശേഷം 1-ാം നൂറ്റാണ്ടിൽ നവോത്ഥാന നായകനായി രംഗത്ത് വന്ന വ്യക്തി ആരാണ് എന്ന് ഞാൻ ചിന്തിച്ചു, ആലോചിച്ചു. നോക്കുമ്പോൾ ഫൈദാഹു റജുലുൻ മിൻ ആലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. അതായത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹമാണ് നവോത്ഥാന നായകനായി അവതരിപ്പിക്കപ്പെട്ടിരുന്നത്. റസൂലുള്ളാഹിന്റെ കുടുംബത്തിൽപ്പെട്ട വ്യക്തി തന്നെ. വനവർതു ഫീ റഅസിൽ മിഅത്തി സാനിയ, 2-ാം നൂറ്റാണ്ടിൽ
നവോത്ഥാന നായകനായി നിയോഗിക്കപ്പെട്ട വ്യക്തിയെക്കുറിച്ചും ഞാൻ അന്വേഷിക്കുകയും ചിന്തിക്കുകയും ചെയ്തു. അതും റസൂലുള്ളാഹിന്റെ കുടുംബത്തിൽപ്പെട്ട ആള് തന്നെയാണ്. അതായത് മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ, ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈയാണ്. 2-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദ്, പരിഷ്കർത്താവ്, നവോത്ഥാന നായകൻ, സമുദ്ധാരകൻ ആരായിരുന്നു? ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ. ഇമാം ഷാഫിഈ ആരാണ്? അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിൽപ്പെട്ട വ്യക്തിയാണ്. പക്ഷേ പിൽക്കാലത്ത് ഇമാം ഷാഫിക്ക് ശേഷം വന്നിട്ടുള്ള ഓരോ മുജദ്ദിദുകളും പരിഷ്കർത്താക്കളും നവോത്ഥാന നായകന്മാരും അവരെക്കുറിച്ച് പരിശോധിച്ച് നോക്കുമ്പോ അവരാരും പ്രത്യക്ഷത്തിൽ പ്രവാചക കുടുംബത്തിൽപ്പെട്ടവരല്ല. എന്നാൽ പിന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്റെ കുടുംബത്തിൽ നിന്നായിരിക്കും ഓരോ നവോത്ഥാന നായകനും ഓരോ മുജദ്ദിദും അതത് സന്ദർഭങ്ങളിൽ വരുന്നത്, എന്റെ കുടുംബത്തിൽ നിന്നായിരിക്കുമെന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ടല്ലോ. അത് രണ്ടും എങ്ങനെയാണ് യോജിക്കുക? ഇമാം ഷാഫിക്ക് ശേഷം പിന്നെ വന്ന പരിഷ്കർത്താക്കൾ ആരും അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിൽ നിന്നുള്ളവരല്ല. എങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രവചനം എങ്ങനെയാണ് യോജിച്ചു പോവുക എന്ന് ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തെ ബഹുമാനപ്പെട്ട ഇമാം സുബ്കി തന്റെ തബഖാത്തു ശാഫിഇയ്യത്തുൽ കുബ്ര എന്ന ഗ്രന്ഥത്തിന്റെ 1-ാമത്തെ വാള്യം 200-ാമത്തെ പേജിൽ വിശദീകരിക്കുന്നു. ഫനഖൂൽ, അതുകൊണ്ട് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ലമ്മാലം നജിദ് ബഅദൽ മിഅത്തി സാനിയ, 2-ാം നൂറ്റാണ്ടിന് ശേഷം നാം എത്തിക്കാതിരുന്നപ്പോൾ, മിൻ അഹ്ലിൽ ബൈത്തി, അഹ്ലു ബൈത്തിൽ നിന്ന്, മൻ ഹുവ ബിഹാദിഹിൽ മസാബ, ഈ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട അഥവാ മുജദ്ദിദ്, പരിഷ്കർത്താവ്, നവോത്ഥാന നായകൻ എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഒരു വ്യക്തിയും പിന്നീട് 2-ാം നൂറ്റാണ്ടിന് ശേഷം അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിൽ നിന്ന് ഉണ്ടാകാതിരുന്നപ്പോൾ, വവജദന ജമീഅ മൻ ഖീല ഇന്നഹുൽ മബ്ഊസു ഫീ റഅസി കുല്ലി മിഅത്തിൻ മിമ്മൻ തമദ്ഹബ ബിമദ്ഹബി ശാഫിഈ. ശ്രദ്ധിക്കണേ സഹോദരങ്ങളെ, ഇമാം സുബ്കിയുടെ വിശദീകരണം എന്താണ്? പിൽക്കാലത്ത് ഇമാം ഷാഫിക്ക് ശേഷം വന്ന ഒറ്റ പരിഷ്കർത്താവും പ്രവാചക കുടുംബത്തിൽ നിന്നല്ല. പിന്നെയോ അതേസമയം എല്ലാ നവോത്ഥാന നായകന്മാരും പ്രവാചക കുടുംബത്തിൽ നിന്നായിരിക്കുമെന്ന് റസൂലുള്ള പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെ യോജിപ്പിക്കും? അതാണ് ഇമാം സുബ്കി വിശദീകരിക്കുന്നത്. എല്ലാ നവോത്ഥാന നായകന്മാരും പിന്നീട് വന്നവരെല്ലാം ഇമാം ഷാഫിഈയുടെ മദ്ഹബ് സ്വീകരിച്ചവരാണ്. ഇമാം ഷാഫിയാണ് പ്രവാചക കുടുംബത്തിൽ നിന്ന് വന്ന അവസാനത്തെ നവോത്ഥാന നായകൻ. പിൽക്കാലത്ത് വന്നവരൊക്കെ ഇമാം ഷാഫിഈയുടെ മദ്ഹബ് സ്വീകരിച്ചവരാണ്. ഇമാം ഷാഫിഈയുടെ മദ്ഹബ് സ്വീകരിച്ചവരായപ്പോൾ അലിംന, നമുക്ക് മനസ്സിലായി, അന്നഹുൽ ഇമാമുൽ മബ്ഊസുല്ലദീ ഇസ്തഖറ അംറുൻ നാസി അലാ ഖൗലിഹി വബുഇസ ബഅദഹു ഫീ റഅസി കുല്ലി മിഅത്തിൻ മൻ യുഖർറിറു മദ്ഹബഹു. അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹബും അഭിപ്രായങ്ങളും സ്ഥിരപ്പെടുത്തുകയും പ്രഖ്യാപിക്കുകയും ക്രോഡീകരിക്കുകയും സ്ഥാപിക്കുകയും ചെയ്യുന്ന ഒരു സമുദ്ധാരകൻ അള്ളാന്റെ റസൂലിൽ നിന്ന്, റസൂലിന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ നിയോഗിക്കപ്പെട്ടു. അത് ഇമാം ഷാഫിയാണ്. പിന്നെയോ പിന്നീട് വന്ന എല്ലാ മുജദ്ദിദുകളും എല്ലാ സമുദ്ധാരകന്മാരും ഇമാം ഷാഫിഈയുടെ മദ്ഹബ് സ്വീകരിച്ചവരാണ്. അങ്ങനെ നോക്കുമ്പോൾ വിശാലാർത്ഥത്തിൽ അവരൊക്കെ പ്രവാചക കുടുംബത്തിൽ ഉൾപ്പെടുന്നു. നേരിട്ട് പ്രത്യക്ഷത്തിൽ അവരൊന്നും പ്രവാചക കുടുംബത്തിൽപ്പെട്ടവരല്ലെങ്കിലും പ്രവാചക കുടുംബത്തിൽപ്പെട്ട ഇമാം ഷാഫിഈയുടെ മദ്ഹബ് ഈ സമുദ്ധാരകന്മാരെല്ലാം സ്വീകരിച്ചതുകൊണ്ട് വിശാലാർത്ഥത്തിൽ അവരൊക്കെയും ഇമാം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളുടെ കുടുംബത്തിൽ ഉൾപ്പെടുന്നു. ഇതാണ് ഇമാം സുബ്കിയുടെ വിശദീകരണം. എന്തിനാണ് നാം ഈ കാര്യം വിശദീകരിക്കുന്നത്? മദ്ഹബിൽ നിന്ന് പുറം ചാടിക്കൊണ്ടുള്ള ഒരു നവോത്ഥാനവും ഇസ്ലാമിൽ അംഗീകരിക്കപ്പെടില്ല. മദ്ഹബ് തള്ളി പറഞ്ഞുകൊണ്ട്
ഞങ്ങൾ മുജ്തഹിദുകളാണ്, ഞങ്ങൾ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും നേരിട്ട് ഗവേഷണം നടത്തുകയും മതവിധികൾ നിർദ്ധാരണം ചെയ്യുകയും ചെയ്യുന്നവരാണ് എന്നവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വരുന്ന ഏതൊക്കെ പരിഷ്കർത്താക്കളുണ്ടോ, ഏതൊക്കെ സമുദ്ധാരകന്മാരുണ്ടോ, ഏതൊക്കെ നവോത്ഥാന നായകന്മാരുണ്ടോ, അവരെയൊക്കെയും മുസ്ലിം സമുദായം പുറം കാലുകൊണ്ട് ചവിട്ടി തെറിപ്പിച്ച് ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയണമെന്നാണ് ഇമാം സുബുക്കി തന്റെ തബഖാത്തു ശാഫിഇയ്യത്തുൽ കുബ്ര എന്ന ഈ ഗ്രന്ഥത്തിന്റെ 1-ാമത്തെ വാള്യം 200-ാമത്തെ പേജിൽ സഹോദരങ്ങളെ രേഖപ്പെടുത്തുന്നത്. ഇതാണ് നവോത്ഥാനമെങ്കിൽ. കുറച്ചൊരു ഗഹനമായ വിഷയമാണ്, അതുകൊണ്ട് പറഞ്ഞതിന്റെ രത്നച്ചുരുക്കം ഞാനൊന്ന് ആവർത്തിച്ച് പറയാം. ഇസ്ലാമിക സമൂഹത്തിന്റെ ചരിത്രത്തിൽ നടന്നിട്ടുള്ള ഏതൊക്കെ പരിഷ്കരണ പ്രവർത്തനങ്ങളുണ്ടോ, സമുദ്ധാരണ പ്രവർത്തനങ്ങളുണ്ടോ, നവോത്ഥാന പ്രവർത്തനങ്ങളുണ്ടോ, അതൊക്കെയും മദ്ഹബിൽ അധിഷ്ഠിതമാണ്. മദ്ഹബുകളിൽ നിന്ന് തെന്നിമാറിക്കൊണ്ടുള്ള ഏതെങ്കിലും നവോത്ഥാന പ്രവർത്തനമോ സമുദ്ധാരണ പ്രവർത്തനമോ നവോത്ഥാന നായകരോ നവോത്ഥാന സംരംഭങ്ങളോ സ്വീകാര്യമല്ല. ഇതാണ് ഇത്രയും പറഞ്ഞതിന്റെ രത്നച്ചുരുക്കം. എന്നാൽ പിൽക്കാലത്ത് നവോത്ഥാന നായകന്മാരായി പലരും രംഗത്ത് വന്നു. അതിലേറ്റവും പ്രധാനം ഈജിപ്തിൽ നിന്നും നവോത്ഥാന നായകരായി അവതരിപ്പിക്കപ്പെട്ട ജമാലുദ്ദീൻ അഫ്ഗാനി, മുഹമ്മദ് അബ്ദു, റഷീദ് റിള തുടങ്ങിയ ചില ആളുകളാണ്. ആരാണ് ജമാലുദ്ദീൻ അഫ്ഗാനി? ജമാലുദ്ദീൻ അഫ്ഗാനി ആണ് കേരളത്തിലെ വഹാബി പ്രസ്ഥാനത്തിന്റെ ആശയ സ്രോതസ്. ചരിത്രം പറയുമ്പോൾ അത് അല്പം വിരസമായി തോന്നും. പക്ഷെ എങ്കിലും ഒരു മികച്ച ലക്ഷ്യത്തിലേക്ക് എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ കൂട്ടിക്കൊണ്ടുപോവുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ ചരിത്രം ഞാൻ വിശദീകരിക്കുന്നത്. ഇത് കേരളത്തിൽ പറയപ്പെടാത്ത, അവതരിപ്പിക്കപ്പെടാത്ത, ഇന്ന് വരെ പുറം ലോകം കേട്ടിട്ടില്ലാത്ത ചരിത്രമാണ് എന്ന കാര്യം കൂടി സഹോദരങ്ങളെ ഞാൻ ഇടക്ക് കയറി ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് പറയപ്പെട്ടിട്ടില്ല. ഇത് പറയപ്പെട്ടാൽ, ഇത് മാന്യമായി അവതരിപ്പിക്കപ്പെടുകയും പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്താൽ വഹാബിസത്തിന്റെ എല്ലാ വേരുകളും അതോടെ പിഴുതെറിയപ്പെടും എന്ന കാര്യം സഹോദരങ്ങളെ നിങ്ങൾ ഓർത്തിരിക്കണം. ഈജിപ്തിൽ നിന്നുള്ള ജമാലുദ്ദീൻ അഫ്ഗാനി, ഇദ്ദേഹമാണ് നമ്മുടെ കേരളത്തിലെ വഹാബി പ്രസ്ഥാനത്തിന് ഊർജവും ആർജവവും പ്രദാനം ചെയ്യുന്ന അല്ലെങ്കിൽ സംഭാവന ചെയ്യുന്ന അവരുടെ ശക്തി സ്രോതസ്. അതെവിടെ പറഞ്ഞു നോക്കൂ നിങ്ങൾ. ഗൾഫ് സലഫിസവും മുജാഹിദ് പ്രസ്ഥാനവും കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന വഹാബി പൗരോഹിത്യ പണ്ഡിത സഭയുടെ സംസ്ഥാന ഭാരവാഹി MA മുഹമ്മദ് അലി സുല്ലമി എഴുതിയ പുസ്തകം. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത്, മുസ്ലിം ഐക്യത്തിന്റെ സന്ദേശവാഹകനായിരുന്ന ജമാലുദ്ദീൻ അഫ്ഗാനി, ബ്രാക്കറ്റിൽ റാ എന്ന് കാണാം. എന്തിനാണ് റാ കൊടുത്തിരിക്കുന്നത്? റളിയല്ലാഹു അൻഹു എന്ന് പറയാനായിരിക്കണം. ഏതായിരുന്നാലും അഫ്ഗാനിയായിരുന്നു അവിടെ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ തൈകൾ നട്ടുപിടിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ശിഷ്യരും പിൻഗാമികളുമായിരുന്ന ഷെയ്ഖ് മുഹമ്മദ് അബ്ദു, ഷുക്കൈബ് അർസലാൻ, സയ്യിദ് മുഹമ്മദ് റഷീദ് റിള തുടങ്ങിയവർ പരിഷ്കരണ പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു. അതിന്റെ തന്നെ 24-ാമത്തെ പേജിൽ വീണ്ടും അദ്ദേഹം തുടരുന്നു. മുസ്ലിം ഐക്യസംഘത്തിന്റെ കാലം മുതൽ, ശ്രദ്ധിക്കണേ, മുസ്ലിം ഐക്യസംഘത്തിന്റെ കാലം മുതൽ കേരളത്തിലെ നവീകരണ പ്രസ്ഥാനത്തെ സ്വാധീനിച്ചിരുന്ന അറേബ്യൻ സ്രോതസ്
ഈജിപ്ത് ആയിരുന്നതിനാൽ ജമാലുദ്ദീൻ അഫ്ഗാനി, ഷെയ്ഖ് മുഹമ്മദ് അബ്ദു, സയ്യിദ് റഷീദ് റിള തുടങ്ങിയവരെ വളരെ ആദരപൂർവമാണ് ഇസ്ലാഹി നേതാക്കൾ പരിചയപ്പെടുത്തിയിരുന്നത്. അതായത് ഈജിപ്തിൽ നിന്നുമാണ് KM മൗലവിക്കും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകന്മാർക്കും നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് ആശയവും ആവേശവും ലഭിച്ചത്. അതുകൊണ്ട് ജമാലുദ്ദീൻ അഫ്ഗാനി, റഷീദ് റിള, മുഹമ്മദ് അബ്ദു തുടങ്ങിയ ഈജിപ്ഷ്യൻ പരിഷ്കർത്താക്കളെ മാതൃകയായി സ്വീകരിച്ചുകൊണ്ടാണ് കേരളത്തിലെ നവോത്ഥാന പ്രവർത്തനങ്ങൾ വഹാബികൾ നടത്തിയത് എന്നാണ് സഹോദരങ്ങളെ ഗൾഫ് സലഫിസവും മുജാഹിദ് പ്രസ്ഥാനവും എന്ന പുസ്തകത്തിന്റെ 22, 23 പേജുകളിൽ വിവരിക്കുന്നത്. മാത്രമല്ല ഈ കാര്യം കേരള നദ്വത്തുൽ മുജാഹിദീൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിനൊരാമുഖം എന്ന പുസ്തകത്തിൽ ഷൗക്കാനിയും അഫ്ഗാനിയും എന്ന തലവാചകത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. 1172 ഭൂജാതനായി 1250 അന്തരിച്ച ഷൗക്കാനി യമനിൽ ഉദ്ധാരണ പ്രവർത്തനം നടത്തി. 1839 അഫ്ഗാനിസ്ഥാനിൽ ഭൂജാതനായ ജമാലുദ്ദീൻ അഫ്ഗാനി ആധുനിക മുസ്ലിം ലോകത്തിന്റെ പിറവിക്ക് ജന്മം നൽകിയ പ്രഗത്ഭനായ ഉദ്ധാരകനാണ്. ഏറ്റവും വലിയ സമുദ്ധാരകനായി, ഏറ്റവും വലിയ നവോത്ഥാന നായകനായി കേരളീയ മുസ്ലിമീങ്ങളിൽ ഈ കാലമത്രയും അവതരിപ്പിക്കപ്പെട്ടിരുന്ന മൂന്ന് വ്യക്തികളുടെ നാമങ്ങളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. 1 ജമാലുദ്ദീൻ അഫ്ഗാനി, 2 മുഹമ്മദ് അബ്ദു, 3 റഷീദ് റിള. ഈ മൂന്നാളുകളും എന്തായിരുന്നു ഇവരുടെ അവസ്ഥ? ജമാലുദ്ദീൻ അഫ്ഗാനി ആരായിരുന്നു? മുഹമ്മദ് അബ്ദു ആരായിരുന്നു? റഷീദ് റിള ആരായിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ സഹോദരങ്ങളെ, വഹാബിസത്തിന്റെ ചീഞ്ഞളിഞ്ഞ ചരിത്രവും അതിന്റെ നാറ്റം വമിക്കുന്ന വേരുകളും നമുക്ക് കണ്ടെത്താൻ കഴിയും. ആരാണ് ജമാലുദ്ദീൻ അഫ്ഗാനി? ഒന്നാമതായി ഈ മനുഷ്യൻ സർവമത സത്യവാദിയായിരുന്നു. എല്ലാ മതങ്ങളും യോജിപ്പിച്ച് എല്ലാ മതങ്ങളെയും ഒന്നാക്കി, ഇസ്ലാമില്ല, മറ്റ് മതങ്ങളില്ല, എല്ലാ മതങ്ങളെയും ഒന്നാക്കി ഐക്യപ്പെടുത്തി സർവമത സത്യവാദത്തിലേക്ക് ജനങ്ങളെ കൂട്ടിക്കൊണ്ടുപോകണം എന്ന് വാദിച്ച വ്യക്തിയാണ് ഇദ്ദേഹം. ഫിൽ അദബിൽ ഹദീസ് എന്ന ചരിത്ര ഗ്രന്ഥത്തിൽ ഉമറുദ്ദസൂഖി ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ ചരിത്രം പറയുന്നുണ്ട്. ജമാലുദ്ദീൻ അഫ്ഗാനി സർവമത സത്യവാദത്തിന് വേണ്ടി നിലക്കൊണ്ട മനുഷ്യനാണ് എന്ന് ഉമറുദ്ദസൂഖി വളരെ വിശദമായി തന്നെ പറയുന്നു. സ്ക്രീനിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. നുബദത്തും മിൻ ആറാഇഹി എന്ന തലവാചകത്തിൽ ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ അഭിപ്രായങ്ങൾ, അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ വീക്ഷണങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഉമറുദ്ദസൂഖി എഴുതുന്നു. വഫീ ഹാദാ യഖൂൽ, ഈ സർവമത സത്യവാദത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം പറയുന്നു, ജമാലുദ്ദീൻ അഫ്ഗാനി പറയുന്നു, വറജഅതു ഇലാ അഹ്ലിൽ അർളി, ഞാൻ നാട്ടിലേക്ക് മടങ്ങി. വബഹത്തു ഫീ അഹമ്മി മാ ഫീഹി യഖ്തലിഫൂന, ജനങ്ങൾ ഏറ്റവും കൂടുതൽ അനൈക്യം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ് എന്നതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചു. ശ്രദ്ധിക്കണേ നിങ്ങൾ, ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ അനൈക്യമുണ്ടാക്കുന്ന, ഛിദ്രതയുണ്ടാക്കുന്ന, ശിഥിലീകരണമുണ്ടാക്കുന്ന പ്രശ്നം എന്താണ് എന്നതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചു. ഫവജത്തുഹു, അങ്ങനെ ഞാൻ കണ്ടെത്തി, അദ്ദീന, അത് മതമാണ്. ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രശ്നവും അനൈക്യവും ശിഥിലീകരണവും ഛിദ്രതയും സൃഷ്ടിക്കുന്നത് മതമാണ് എന്ന് ഞാൻ കണ്ടെത്തി. അങ്ങനെ ഫഅഖൽതുൽ അദിയാന സലാസ, ഒരു 3 മതങ്ങളെ ഞാൻ പരിശോധനാർത്ഥം എടുത്തു. വബഹത്തു ഫീഹാ, ആ 3 മതങ്ങളെക്കുറിച്ച് ഞാൻ നല്ലതുപോലെ പഠിച്ചു. ബഹ്സൻ മുജറദൻ അൻ കുല്ലി തഖലീദിൻ മുൻസരിഫൻ അൻ കുല്ലി തഖയ്യുദിൻ മുത്ലഖൻ ലിൽ അഖൽ,
ബുദ്ധിക്ക് വേണ്ടത്ര സ്വാതന്ത്ര്യം കൊടുത്ത് പക്ഷപാതം കൂടാതെ എല്ലാ നിലക്കും സ്വതന്ത്രമായ ഒരു അന്വേഷണം ഈ 3 മതങ്ങളെ സംബന്ധിച്ചും ഞാൻ നടത്തി. അങ്ങനെ വവജദ അദ്ദേഹം മനസ്സിലാക്കി അന്നൽ അദിയാന സലാസ, ഈ 3 മതങ്ങളും തത്തഫിഖു, അത് യോജിക്കുന്നു, ഫിൽ ഗായത്തി, അതിന്റെ ലക്ഷ്യത്തിലും, വൽ മബ്ദഇ, അതിന്റെ ആരംഭത്തിലും തുടക്കത്തിലും അവസാനത്തിലും എല്ലാ കാര്യങ്ങളിലും അതൊരുപോലെയാണ്. വഅന്നഹു ഇദാ നഖസ ഫിൽ വാഹിദി ശൈഉൻ, ഏതെങ്കിലും ഒരു മതത്തിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ, മിൻ അവാമിരിൽ ഖൈറിൽ മുത്ലഖി, ഏതെങ്കിലും രൂപത്തിലുള്ള ഉത്തമമായ നല്ല കാര്യങ്ങൾ വല്ലതും ഒരു മതത്തിൽ കുറവ് വരുന്ന പക്ഷം, ഇസ്തക്മലഹു സാനി, രണ്ടാമത്തെ മതം അത് പൂർത്തിയാക്കുന്നു. വൈദാ തഖാദമൽ അഹദു അലൽ ഖൽഖി, കാലം അങ്ങനെ ഒഴുകി നീങ്ങുമ്പോൾ, വതമാദൗ, ജനങ്ങൾ തള്ളപ്പെടുമ്പോൾ, ഫിത്തുഖയാനി, വഴികേടിലേക്ക് തള്ളപ്പെടുമ്പോൾ, വസാഅത്തിൽ കുഹാനു, പണ്ഡിതന്മാർ ചീത്തയാകുമ്പോൾ, അവർ പണ്ഡിതന്മാർ ഫഹമൻ നാമൂസി, ജിബ്രീൽ അലൈഹിസ്സലാമും അതുപോലെയുള്ള അള്ളാഹുവിന്റെ ദൈവത്തിന്റെ ദൂതന്മാരും അവർ കൊണ്ടുവന്ന കാര്യങ്ങളെ പണ്ഡിതന്മാർ ദുർവ്യാഖ്യാനിക്കുകയും നാശമാക്കുകയും ചെയ്യുമ്പോൾ, ഔ അൻഖസൂ മിൻ ജൗഹരിഹി, മതത്തിന്റെ അടിസ്ഥാന വിഷയങ്ങളിൽ നിന്ന് വല്ലതും അവർ ചുരുക്കുകയും ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുമ്പോൾ, അതാഹിം റസൂലും, അവർക്കൊരു പ്രവാചകൻ വരുന്നു, ഫഅക്മല ലഹും മാ അൻഖസൂഹു, അങ്ങനെ പുരോഹിതന്മാരും മദാനിയായികളും വെട്ടിച്ചുരുക്കിയ അവരില്ലായ്മ ചെയ്ത കാര്യങ്ങളെ ആ പ്രവാചകൻ പൂർത്തീകരിച്ചു കൊടുക്കുന്നു. വഅതമ്മ ബിദാതിഹി മാ അഹ്മലുഹു, അവർ നഷ്ടപ്പെടുത്തിയ, അവർ ദുർബലമാക്കി കളഞ്ഞ ദീനിന്റെ സമ്പൂർത്തീകരണം അവർ നിർവഹിക്കുന്നു. അങ്ങനെ പറഞ്ഞിട്ട് ജമാലുദ്ദീൻ അഫ്ഗാനി വിശദീകരിക്കുന്നു, വൈദാ കാനത്തിൽ അദിയാനു മുത്തഫിഖത്തൻ ഫിൽ ബുദഇ വൽ ഗായത്തി, തുടക്കത്തിലും ലക്ഷ്യത്തിലും എല്ലാ മതങ്ങളും ഒരുപോലെയാണെങ്കിൽ, ഫമല്ലദീ യഹൂലു ബൈന അഹ്ലി ഹാദിഹിൽ അദിയാനി വബൈനൽ ഇത്തിഹാദി, പിന്നെ എന്തിനാണ് ഈ മതങ്ങളൊക്കെ വ്യത്യസ്ത പേരിലും വ്യത്യസ്ത നാമത്തിലും നിലനിൽക്കുന്നത്? എന്തിനാ ജൂതമതം, എന്തിനാ ക്രൈസ്തവ മതം, എന്തിനാ ഹിന്ദുമതം, എന്തിനാ ഇസ്ലാം മതം? എല്ലാ മതത്തിന്റെയും ലക്ഷ്യവും തുടക്കവും ആരംഭവും ഒടുക്കവും എല്ലാം ഒരുപോലെയാണെങ്കിൽ പിന്നെ ഈ മതങ്ങളെല്ലാം കൂടി ഒന്നാക്കി ഒരൊറ്റ മതമുണ്ടാക്കി അങ്ങനെ സർവമത സത്യവാദം എന്ന ആശയത്തിലേക്ക് എന്തുകൊണ്ട് ജനങ്ങൾക്ക് പോയിക്കൂടാ? എന്നാൽ ജനങ്ങൾക്കിടയിൽ, മനുഷ്യർക്കിടയിൽ കാലങ്ങളായി നിലനിൽക്കുന്ന ഭിന്നിപ്പും ശിഥിലീകരണവും ശത്രുതയും അനൈക്യവും എല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് ഒരൊറ്റ സമുദായത്തെ സൃഷ്ടിച്ചെടുക്കുവാൻ സാധിക്കുമായിരുന്നല്ലോ. മാത്രമല്ല, ഇന്ന ഇത്തിഫാഖഹും വവഹദതഹും തക്ഫുലു ലഹുമുസ് സആദത്തു ലിൽ ബശരിയ്യ, മനുഷ്യ സമൂഹത്തിന് വിജയിക്കുവാൻ ഏറ്റവും നല്ലത് മതങ്ങളെല്ലാം ഒന്നാകുന്നതാണ്. ഹിന്ദുമതവും ക്രിസ്തുമതവും ജൂതമതവും ഇസ്ലാം മതവും ഒക്കെ പിരിച്ചുവിട്ട് എല്ലാവർക്കും കൂടി ഒരു മതം. എന്നാൽ എന്ത് സംഭവിക്കും? ജൂത ക്രൈസ്തവ മതങ്ങൾക്കിടയിലുള്ള യുദ്ധം ഉണ്ടാവൂല, ജൂത ഇസ്ലാം മതങ്ങൾക്കിടയിലുള്ള യുദ്ധമുണ്ടാവുകയില്ല, ക്രൈസ്തവ ഇസ്ലാം മതങ്ങൾക്കിടയിലുള്ള യുദ്ധമുണ്ടാവുകയില്ല. അങ്ങനെ സംഘട്ടനങ്ങളും സംഘർഷങ്ങളും അനൈക്യവും ഛിദ്രതയും ശിഥിലീകരണവും എല്ലാം ഇല്ലായ്മ ചെയ്ത് മനുഷ്യ സമൂഹത്തെ ഒരൊറ്റ കുടുംബത്തെ പോലെയാക്കി മാറ്റാൻ ഈ സർവമത സത്യവാദം കൊണ്ട് സാധിക്കുമല്ലോ. എന്തുകൊണ്ട് ജനങ്ങൾ അതിന് തടസ്സം നിൽക്കുന്നു എന്ന് ചോദിച്ച് അദ്ദേഹം സർവമത സത്യവാദം രൂപപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ചു. പക്ഷേ ഈ ചിന്തകൾ അദ്ദേഹം പുറത്തുവിട്ടപ്പോഴേക്കും മുസ്ലിം പണ്ഡിതന്മാർ ഇളകി വശായി. മുസ്ലിം മദാനിയായികൾ ഈ ചിന്തകൾക്കെതിരെ രംഗത്ത് വന്നു. അവസാനം ഉമറുദ്ദസൂഖി പറയുന്നത്, വളരെ ദുഃഖിതനായി അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് അദ്ദേഹം പിന്തിരിഞ്ഞു എന്നാണ്. സമയക്കുറവ് കാരണം ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നില്ല. ഈ പുസ്തകത്തിന്റെ 276-ാമത്തെ പേജിൽ ഉമറുദ്ദസൂഖി വിശദീകരിക്കുന്നു. വളരെ പ്രയാസത്തോടെ ഈ സർവമത സത്യവാദം സാധിക്കാത്തതിനുള്ള വളരെ വലിയ വിഷമം അദ്ദേഹത്തിനുണ്ടായി. മാത്രമല്ല, ഉമറുദ്ദസൂഖി മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട്. സർവമത സത്യവാദത്തിന് വേണ്ടി ശ്രമിച്ച, അതിനുവേണ്ടി പ്രവർത്തനങ്ങൾ നടത്തിയ ജമാലുദ്ദീൻ അഫ്ഗാനി മനസ്സിലാക്കാതെ പോയൊരു സത്യമുണ്ടായിരുന്നു. അതെന്താ?
അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, വലൗ ശാഅ റബ്ബുക ലജഅലന്നാസ ഉമ്മത്തൻ വാഹിദ.